ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളീസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. സ്വർണ്ണക്കടത്തിൽ പോലീസ് പിടിയിലായാൽ ഇനി പഴയ പോലെ എളുപ്പം രക്ഷപ്പെടാനാവില്ല. ജയിലിലടക്കുകയും യാത്രാരേഖകൾ പിടിച്ചുവെക്കുകയും ചെയ്യും. കടത്തുന്നവർ മാത്രമല്ല, ഇടനിലക്കാരെല്ലാം പ്രതിപട്ടികയിൽ വരും. നിയമവിരുദ്ധമായ ലഹരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കടത്തുന്നതിനെടുക്കുന്ന വകുപ്പുകളാണ് ഇനി സ്വർണ്ണക്കടത്തിലും ചുമത്തുക. രാജ്യത്ത് നടപ്പാക്കിയ ഭാരതീയ ന്യായ സംഹിതയിലാണ് കടുത്ത വകുപ്പുകളുള്ളത്. ഈ രീതിയിലുള്ള ആദ്യ കേസ് കരിപ്പൂരിൽ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തു. കരിപ്പൂർ വിമാനത്താവളം വഴി 67 ലക്ഷം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിച്ച തൃശൂർ വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദിനെയാണ് വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ദുബായിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് റഷീദ് കരിപ്പൂരിലെത്തിയത്. വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെടുത്തത്. 4 ക്യാപ്സൂളുകളാക്കി 964 ഗ്രാം സ്വർണമാണ് പ്രതി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നത്. ഇയാൾക്കെതിരെ കേരളത്തിൽ ആദ്യമായി സ്വർണ്ണക്കടത്തിന് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ഈ വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പോലീസ് സ്വർണം പിടിച്ചാൽ പുതിയ നിയമം വരുന്നതിന് മുൻപ് CRPC 102 പ്രകാരം കേസെടുക്കാറാണ് ചെയ്യാറുള്ളത്. ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും. പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കുന്ന പോലീസ് കേസ് തുടരന്വേഷണത്തിന് കസ്റ്റംസിന് കൈമാറുകയാണ് ചെയ്തിരുന്നത്. പുതിയ നിയമപ്രകാരം പോലീസ് സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ സെക്ഷൻ 111(1) സംഘടിത കുറ്റകൃത്യം, സെക്ഷൻ 111(7) പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. കവർച്ച, ഭൂമി തട്ടിയെടുക്കൽ, കൊലപാതകം, മയക്കുമരുന്ന്, ആയുധങ്ങൾ, നിയമവിരുദ്ധമായ ചരക്കുകൾ കടത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിലാണ് സ്വർണ്ണക്കടത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറഞ്ഞത് 5 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് പുതിയ നിയമപ്രകാരം സ്വർണ്ണക്കടത്തിന് ശിക്ഷ. പാസ്പോർട്ട് അടക്കം കണ്ടുകെട്ടുകയും ചെയ്യും. സ്വർണ്ണക്കടത്ത് കാരിയർമാർ ചോദ്യം ചെയ്യലിൽ നൽകുന്ന മൊഴിപ്രകാരം സ്വർണം വിദേശത്ത് വെച്ച് നൽകിയ ആളെയും സ്വീകരിക്കാൻ എത്തുന്നവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. ഇവരെ വിദേശത്താണെങ്കിൽ നാട്ടിലെത്തുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കപ്പെടും. ഇവരുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് FIR രജിസ്റ്റർ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.